കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് സാമന്ത രാജാവായ ഹെരോദേസ് യേശുവിൻ്റെ കീർത്തിയെ പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാണ്, മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെരോദേസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിസ്യ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമനസുമല്ല. ഹെരോദ്യസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു, എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്നാൽ അവൻ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെരോദസിന്റെ ജന്മദിനത്തിൽ ഹെരോദ്യയുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു, സ്നാപകയോഹന്നാന്റെ ശിരസ് ഒരു തലയിൽ വെച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി, എങ്കിലും തൻ്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആചരിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആലയിച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്ത് അത് ഒരു തലയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൻ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യന്മാർ ചേർന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിന്റെ സുവിശേഷവും. നന്മ തിന്മ, നന്മയും തിന്മയും. നന്മ രീതിക്കും 3 കാര്യങ്ങൾ ചെയ്യാം, തിന്മയുടെ വഴിയിലും 3 കാര്യങ്ങൾ ചെയ്യാം. നന്മയുടെ വഴിയിലും 3 കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, തിന്മയുടെ കാര്യങ്ങളും 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം പ്രസംഗത്തിൽ പറഞ്ഞത് തന്നെ, നന്മയെ കൊണ്ടും നമ്മൾ ചിന്തിക്കാൻ പറ്റും, നന്മയെ കൊണ്ടും നമ്മൾ വിചാരിക്കാൻ പറ്റും, നന്മയെ കൊണ്ടും സ്പർശിക്കാൻ പറ്റും. അതേപോലെ തിന്മയെ കൊണ്ടും നമ്മൾ ചിന്തിക്കണം, തിന്മ വഴിയായിട്ടും നമ്മൾ വിചാരിക്കണം, തിന്മയെ കൊണ്ടും നമ്മൾ സ്പർശിക്കണം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് തിന്മയെ കൊണ്ട് എങ്ങനെ അവൻ ചിന്തിച്ചു, തിന്മയെ കൊണ്ട് എങ്ങനെ അവൻ വിചാരിച്ചു, തിന്മയെ കൊണ്ട് എങ്ങനെ അവൻ സ്പർശിച്ചു എന്നുള്ള യഥാർത്ഥ സംഭവം സാക്ഷിയും ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകം കഴിഞ്ഞ ആഴ്ചകളിൽ തമിഴ്നാട്ടില് പ്രത്യേകം ചൂട് പിടിച്ച് സംഭവിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്, പരസ്യമാണ് ഇത്. കവിൻ രഞ്ജിത്ത് കൊലപാതകം. ഈ കവിൻ ആൾമോസ്റ്റ് 1-2 lakhs മന്ത്ലി സാലറി ചൈനയിൽ ജോലി ചെയ്യുക. അവൻ ഇവിടെ തൂത്തുക്കുടിയിൽ താമസം, പേരൻസ് പൂർവികം. പിന്നെ അവൻ്റെ കൂടെ പഠിച്ച ആ പെൺകുട്ടി 12th മുതൽ പഠിച്ച്, പിന്നെ അവളും പാളയംകോട്ടെ, തിരുനെൽവേലി പാളയംകോട്ടയിലെ താമസമായി. ഇവനും പപ്പ മമ്മിയെ കൊണ്ടുവന്ന് താമസമായി. പിന്നെ ഇവൻ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനായി ചെന്നൈയിൽ ജോലി ചെയ്യുക. ഇവൻ 2 പേരും സ്നേഹിച്ചത് കൊണ്ട് ഇവൻ താഴ്ത്തട്ടിലുള്ള മകനാണ്, ഇവൾ മോൾത്തട്ടിലുള്ള മകളാണ്. മകൾ വലിയ ജാതി, മകൻ താഴ്ന്ന ജാതി. അങ്ങനെ തിരുനെൽവേലിയിലെ ജാതി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഈ ലവേഴ്സ് കൊലപാതകം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് തമിഴ്നാട്ടില്. ഏത് ജാതി ലവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പൊതുവായിട്ട് അവിടെ ഉള്ള എല്ലാ മക്കൾക്കും ഇത് ഇഷ്ടമല്ല.
പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ സഹോദരൻ ഇവനെ വാണിച്ചു. കവിൻ എൻ്റെ സഹോദരിയെ ഇതുപോലെ സ്നേഹിക്കാൻ പാടില്ല, മാറിപ്പോയേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ സീരിയസായി സ്നേഹിക്കുക, നിങ്ങൾ എപ്പോൾ സമ്മതിക്കണോ അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാം, അതൊരു വെയിറ്റ് ചെയ്യാം എന്ന് ഈ കവിൻ പറഞ്ഞു. ഈ ഇടയ്ക്ക് ഈ രാജ്യത്ത് ദേഷ്യം, വെറുപ്പും അഹങ്കാരം ഇവനെ എങ്ങനെയത് തീർക്കണം അങ്ങനെ വൈരാഗ്യത്തോട്. ഇവള് ഫിസിയോതെറപ്പിയിലെ ഡോക്ടറാണ്. അതുകൊണ്ട് ഏതൊരു ഭാര്യയും ഏതൊരു ലവറും കാമുകിയും സഹായിക്കുന്നുള്ള മനസ്സും ഇവന്റെ അപ്പനക്ക് വയ്യ. അതുകൊണ്ട് തൂത്തുക്കുടിയിലെന്ത് നീ കൊണ്ടുവാ, ഞാൻ പാളയംകോട്ടിൽ വെച്ച് നോക്കാം, നീ കൊണ്ടുവാ എന്ന് സംസാരിച്ചത് ഇവൻ കേട്ടു, സഹോദരൻ കേട്ടു. കുടുംബത്തോടെ പപ്പ, മമ്മി, അങ്കിൾ, അപ്പൻ എല്ലാവരെയും കൊണ്ടുവരുക. ചേട്ടൻ ലീവ് എടുത്തിട്ട് ഇവങ്ങളെ കൊണ്ട് പാളയം കൊണ്ടുവരുക. ഇവനും ആസ്പത്രി വന്നു, ഈ പെൺകുട്ടിയുടെ സഹോദരനും ആസ്പത്രി വന്നു. ഒരു വെളി വന്നു. അപ്പോ കവിൻ നീ പുറത്തേക്ക്, എന്റെ പപ്പയും മമ്മിയും നിന്റെ കല്യാണ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നീ വീട്ടിൽ പോവാം. നാം സംസാരിച്ച് നമ്മ കല്യാണം കഴിക്കാം, കല്യാണത്തിന് സമ്മതം ധരിക്കാൻ വേണ്ടി നിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് എന്റെ മമ്മിയും എന്റെ പപ്പയും ആഗ്രഹിക്കുന്നു, നീ വാ എന്ന് പറഞ്ഞപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം. ശരി ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ഇവൻ, പപ്പ പോ, മമ്മി പോ, അപ്പപ്പ പോ, അവിടെ ഡോക്ടറുണ്ട്, അതാ ഇവന്റെ കാമ്പി ഡോക്ടറുണ്ട്, നീ പോ, ആൾക്കുട്ടി നോക്കിയായിരിക്കും, ഞാൻ പോയി ഇത് സംസാരിക്കാൻ വിളിക്കാൻ എന്നെ ഗുഡ് ന്യൂസ് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവൻ താൻ വിളിച്ചു, എന്റെ അമ്മിയുടെ പപ്പതാൻ വിളിച്ച് മമ്മിതാ വിളിച്ചെന്ന് അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ നപ്പ വേണം എന്നെ അകത്ത് കയറ്റി വിട്ടിട്ട് ആസ്പത്രി കയറ്റി വിട്ടിട്ട് ഇവൻ പുറത്ത് വന്ന് പോകുമ്പോ ഇവനെ വിളിച്ചിട്ട് പോയി. എന്നെ വീട്ടിൽ പോകുമ്പോ വീട്ടിലെ പപ്പയുണ്ട് മമ്മിയുണ്ട്. ഇവനക്ക് ഡൗട്ട് കവിനുക്ക്, എടാ പപ്പയല്ല മമ്മിയല്ല വീട്ടിൽ അടച്ചു കിടക്കുന്നു. ഈ പെൺകുട്ടിയുടെ പപ്പയും പോലീസ്, മമ്മിയും പോലീസ്, ഈ രണ്ടുപേർക്കും ഇതിലെ പങ്കുണ്ട്. ഈ രണ്ടുപേരും വിളിച്ചിട്ട് കൊലപാതകം ചെയ്യാൻ പറഞ്ഞത് പപ്പയും മമ്മിയും. ഈ കവിനെ വീട് അടച്ചിട്ടിട്ട് രണ്ട് പോലീസ്, ഏറെ പോലീസിലെ ഉള്ള എഴുതുന്നത് അത് നല്ല ബുദ്ധിമുട്ട്. അതുകൊണ്ട് വിളിച്ചിട്ട് വന്ന് അവന്റെ വീട്ടിക്ക് മുന്നിൽ എന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഉന്തിത്തല്ലി, നീ പപ്പ മമ്മി ഉണ്ടെന്നാണ് എന്നെ വിളിച്ചത്, നീ എന്തിനാ ഇങ്ങനെ കേസുമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞിട്ട് പലവട്ടം വാണിയും കൊടുത്തിട്ടുണ്ട്, നീ കേൾക്കണം മോനെ, ഞാൻ നിന്നെ ശരിയാക്കാം, ഞാൻ സീരിയസ് ആയിട്ട് സ്നേഹിക്കുക, ഞാൻ നിന്റെ സഹോദരിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ വത്തലപ്പടി എന്ന് പറയും തമിഴ്നാട്ടിലാണ്. ഈ മിളകുപടി, കുരുമിളകല്ല മിളകുപടി, അതെടുത്ത് മുഖത്തല്ല ഇങ്ങനെ തൂയിപ്പോ കണ്ണിങ്ങനെ ചെയ്തിട്ട് കണ്ണ് തിറക്കം മുൻപ് തന്നെ ഇവൻ ബൈക്കിലെടുത്ത് കൊടുവാളെടുത്ത് ചാറാപാണ് വെട്ടി ആൻ ദ സ്മാർട്ടില് മരിച്ചത് കവി. ഇപ്പൊ തമിഴ്നാട്ടിൽ എനിക്ക് TV എല്ലാതും കണ്ട ഈ ന്യൂസ് ഭയങ്കര ന്യൂസായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ഈ സമയം ഉച്ചയ്ക്ക് കെട്ടി കൊള്ളുവാം, എന്നിട്ട് ഫോൺ വിളിക്കാം, കവിൻ അപ്പനെ ഇവൻ വിളിക്കുക, നിന്റെ മകൻ എന്റെ വീട്ടിൽ മുൻപ് കിടക്കുന്നുണ്ട്, അത് വാരിക്കോരി കൊണ്ടുപോകും, അത്ര ധൈര്യം വാരിക്കോരി കൊണ്ടുപോയേക്ക് എന്ന് പറഞ്ഞ് അപ്പനക്ക് ഫോൺ വിളിച്ചിട്ട് ഞാൻ പോയി. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞ് കൊടുവള്ളോട് പാളയംകോട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ജയിലിൽ പോയി. ഇവൻ തന്നെ കൊലപാതകം ചെയ്യുന്നു, ഇവൻ അകത്ത് ജയിലിലേക്ക്. തിന്മ ചിന്തിക്കും, വിചാരിക്കും, സ്പർശിക്കും, ഇത് തിന്മ. സ്നാപയോഗമാണ് തിന്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചിന്തിച്ച് വിചാരിച്ച് ചൂണ്ടിക്കാണിച്ച് അവനതാ കൊലപാതകം ചെയ്യുന്നുണ്ട്. ഹെരോദസ് തിന്മ ചിന്തിക്കുക, വിചാരിക്കുക, തലയിൽ വെച്ച് കൊടുക്കുക തലയിൽ. അതേപോലെ ദൈവത്തിന്റെ ചായലിലും സാധനം സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾ നിങ്ങളും ഞാൻ. നന്മ തിന്മ, തിന്മയിൽ വഴിവന്നവൻ ഈ ഹെരോദസ്, ആ ഹെരോദസിന്റെ ഭാര്യ, ആ മകളും. 3 രീതിക്ക് തിന്മയിലുള്ള വ്യക്തിയിൽ എല്ലാമേ ചിന്തിക്കും, വിചാരിക്കും, സ്പർശിക്കും, വെട്ടും, കൊലപാതകം ചെയ്യും, എല്ലാ കാര്യം ചെയ്യും, കൂടത്തരം ചെയ്യും, മന്ത്രവാദം ചെയ്യും. ഇപ്പോൾ എന്റെ വീട്
മുന്നോട്ട് പോകാൻ പാടില്ല, വളരാൻ പാടില്ല, കൂടത്തരം ചെയ്യും. എന്റെ പള്ളിക്കൂടം, എന്റെ സ്കൂള് വളരാൻ പാടില്ല, കൂടത്തരം ചെയ്യും. അടിച്ചമർത്തം, തിന്മ, ചിന്തിക്കും, വിചാരിക്കും, നാശപ്പെടുത്തും, സ്പർശിക്കും. അതേപോലെ നന്മ, ചിന്തിക്കും, വിചാരിക്കും, സൗഖ്യപ്പെടുത്തും. യേശു നന്മയെ ചാർന്നവൻ, പിശാച് തിന്മയെ ചാർന്നവൻ. ഇതിലുള്ള ഹെരോദസ് തിന്മയെ ചാർന്നവൻ, യേശു നന്മയെ ചാർന്നവൻ. സ്നാപകയോഹന്നാൻ നന്മയെ ചാർന്നവൻ, ഇവൻ തിന്മയെ ഹെരോദിയ അവള് തിന്മയെ ചാർന്നവൻ. അപ്പോ ഹെരോദിയാൽ വംശത്തിൽപ്പെട്ട വ്യക്തികളാണോ ഞങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഹെരോദോസ് വംശത്തിൽപ്പെട്ട വ്യക്തികളാണോ എങ്കിൽ ഞങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പകരം അല്ലെങ്കിൽ ഞാൻ സ്നാപകയോഹന്നാന്റെ വംശത്തിൽപ്പെട്ട വ്യക്തികളാണോ ഞങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നാപകയോഹന്നാന്റെ വംശത്തിൽപ്പെട്ട ഈശോയുടെ വംശത്തിൽപ്പെട്ട വ്യക്തിയിലാണെങ്കിൽ തീർച്ചയായിട്ട് നന്മ ചിന്തിക്കും, നന്മ വിചാരിക്കും, നന്മയെ സ്പർശിക്കും. കിരുബ കിരുബ കിരുബ. ഈ ഹെരോദിയ വംശത്തിൽപ്പെട്ട വ്യക്തിയിലാണെങ്കിൽ നമ്മൾ തിന്മയിലേ വീണ്ടുപോകും, തിന്മയിൽ പെട്ടുപോകും, നാശമാവും, നശിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. കരങ്ങൾ വെച്ചുകൊണ്ട് ഈശോയെ പ്രത്യേകം നന്മ തിന്മ ഈ ലോകത്തെ ഇങ്ങനെ ആചരിച്ചു കൊണ്ടിരിക്കുന്നു, ആട്ടിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ അലസിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ലോകത്തിൽ കാലഘട്ടത്തിൽ, ഈ കലി കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും നന്മയിൽ വളരാനുള്ള, നന്മയെ ചിന്തിക്കാനും, നന്മയെ വിചാരിക്കാനും, നന്മയെ സ്പർശിക്കാനുമുള്ള കൃപാവരം നിങ്ങൾക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, വിചാരിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 നിയമങ്ങളെ ഓർക്കുക. അത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നന്മയെ ചിന്തിക്കുന്ന, നന്മയെ വിചാരിക്കുന്ന, നന്മയെ സ്പർശിക്കുന്ന നിങ്ങളുടെ എന്റെ ലോകരക്ഷകൻ ഈശോ നമ്മളെല്ലാവർക്കും അത് നൽകട്ടെ എന്ന് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ദൈവമേ, എന്റെ ആന്തരിക വിസ്തൃതമാക്കണമേ. ദൈവമേ, അഞ്ചെടുക്കണം ഇന്നെടുക്കണം ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ, എന്നെ അനുകരിക്കണമേ. ദൈവമേ, എന്റെ ആന്തരിക വിസ്തൃതമാക്കണമേ. ദൈവമേ, അഞ്ചെടുക്കണം ഇന്നെടുക്കണം ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ. ദൈവമേ, എന്നെ അനുകരിക്കണമേ. ദൈവമേ, എന്റെ ആന്തരിക വിസ്തൃതമാക്കണമേ. ദൈവമേ, അഞ്ചെടുക്കണം ഇന്നെടുക്കണം ഉണ്ടായിരിക്കണമേ. ദൈവമേ, എല്ലാ രൂപത്തിലും എന്നെ കാത്തുകൊള്ളണേ. സങ്കീർത്തനം 47:1. God bless you, God bless you, God bless you, God bless you all. ഈശോയെ, ഈശോയെ, ഈശോയെ.